ഹായ് ഗൈസ്, എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ആദ്യത്തെ മത്സരം, ബംഗ്ലാദേശിനോടുള്ള ആദ്യത്തെ മത്സരം ജയിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പ്രിൻസ് ശുഭ്മാൻ ഗിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. 129 ബോളിൽ 101 റണ്ണ്, 9 4ഉം അതേപോലെ തന്നെ 2 6ഉം അടിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഫോമിലാണ്, ആളുടെ ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് ഇപ്പോൾ. തുടർച്ചയായിട്ട് 4ാമത്തെ ബെസ്റ്റ് സ്കോറാണ്. അതായത് ഇതിനു മുമ്പത്തെ 3 ഏകദിനങ്ങളിലും ഒരു സെഞ്ചുറിയും 2 ഹാഫ് സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. ഇപ്പൊ സെഞ്ചുറിയും കൂടി അടുപ്പിച്ചപ്പോൾ 2 സെഞ്ചുറിയും 2 ഹാഫ് സെഞ്ചുറി ആയിട്ടുണ്ട്. ആള് കഴിഞ്ഞ ദിവസമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതേ ഫോം തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ആളുടെ ചിറകിലേറിക്കൊണ്ട് നമ്മുടെ ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മുഹമ്മദ് ഷമി, ആള് ഞാൻ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഫോമിൽ ആവും, വേറെ UAE പിച്ചിൽ ഫോം ആവുമെന്ന് ഞാൻ പറഞ്ഞാൽ, പ്രത്യേകിച്ച് ICC ടൂർണമെന്റിൽ ഫോം ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുഹമ്മദ് ഷമി 5 വിക്കറ്റുമായിട്ട് നല്ല ഫോമിലാണ്. ടോസ് നേറിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമായിരുന്നു. ബാറ്റിംഗ് എടുത്ത ഉടനെ അവർക്ക് തകർച്ചയോടെയായിരുന്നു തുടക്കം. അതായത് മുഹമ്മദ് ഷമി 2 വിക്കറ്റ്, അതേപോലെ ഹർഷിദ് റാണ 2 വിക്കറ്റ്, ഹർഷിദ് റാണ 1 വിക്കറ്റ്, അസർ പട്ടേൽ 2 വിക്കറ്റ്. അങ്ങനെ പവർ പ്ലേയിൽ മൊത്തം ഒരു 10 ഓവറിൽ അവർക്ക് 5 വിക്കറ്റ് പോയി. 32 റണ്ണിൽ അവർക്ക് 5 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തകർച്ചയിൽ നിൽക്കുമ്പോഴായിരുന്നു ഹൃദോയും ജേക്കറും കൂടി ഒരു കിഡിലം പാർട്ണർഷിപ്പ് ഫോം ചെയ്തത്. അതിൽ ഇന്ത്യൻ ഫീൽഡേഴ്സിന്റെ കുറെ പിഴവുകളും ഉണ്ടായിരുന്നു. അതായത് 3 ക്യാച്ചുകളാണ് അവർ വിട്ടത്. അതായത് ഒന്ന് അക്സർ പട്ടേലിന്റെ ഹാട്രിക് ഉൾപ്പെടെ, രോഹിത് ശർമ്മ സിമ്പിൾ ഒരു ക്യാച്ച് ആയിരുന്നു വിട്ടത്, അക്സർ പട്ടേലിന് ഒരു ഹാട്രിക് ആയിരുന്നു മിസ്സായത്, ഹൃദോയുടെ ക്യാച്ച് മിസ്സാക്കി കളഞ്ഞു. അതേപോലെ ഹർദിക് പാണ്ഡ്യയും KL രാഹുലും ഒരു സിമ്പിൾ ക്യാച്ച് വിട്ടിരുന്നു. KL രാഹുൽ ഒരു ക്യാച്ചും അതേപോലെ ഒരു സ്റ്റെമ്പിങ്ങും വിട്ടു. അതായത് നമ്മുടെ ഇന്ത്യൻ ഫീൽഡേഴ്സിന്റെ ഒരു കരുണ കൊണ്ടാണ് അവരുടെ ആ പാർട്ണർഷിപ്പ് കിട്ടിയത്. ആ പാർട്ണർഷിപ്പ് വന്ന് നിന്നത് തന്നെ 220-24 എന്ന ഒരു നല്ലൊരു സ്കോറിലേക്കാണ് ബംഗ്ലാദേശ് വന്നു നിന്നത്. അത് ആ പാർട്ണർഷിപ്പിന്റെ ഒരു ഗുണമായിരുന്നു. 140-46 എത്ര പാർട്ണർഷിപ്പ് സ്കോർ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ടോപ്പ് പാർട്ണർഷിപ്പാണ്. 6ാമത്തെ കൂട്ടുകെട്ടായിരുന്നു, വിക്കറ്റിലെ കൂട്ടുകെട്ടായിരുന്നു. ഇന്ത്യൻ ബൗളേഴ്സിന് ആ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാര്യം നല്ല 4 ചാൻസ് ആണ് ഇന്ത്യൻ ഫീൽഡേഴ്സ് മിസ്സാക്കിയത്. അപ്പൊ അത് ബൗളേഴ്സിന് ഒരു കുറ്റമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. ബുംറ ഇല്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെ ഒരു ഇത് വന്നതെന്നും ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല, ബൗളേഴ്സ് നല്ല രീതിക്ക് തന്നെ ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ബൗളേഴ്സ് എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഫീൽഡേഴ്സ് ചില സമയം നമ്മൾ ആ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അത് വിക്കറ്റ് നേടാൻ പറ്റത്തില്ല. അങ്ങനെ ബംഗ്ലാദേശ് 228-ന് ഓൾ ഔട്ടായി. 5 വിക്കറ്റ് നേട്ടം ഷമി നേടിയിട്ടുണ്ടായിരുന്നു. ICC ടൂർണമെന്റിൽ നിറയെ 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളതാണ്. ആള് വീണ്ടും ഫോമിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് റൺ റേറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല ഫോമിലോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോഴത്തേക്കും രോഹിത് ശർമ്മയും സ്റ്റാർട്ടിങ് ഇച്ചിരി ഒരു പ്രശ്നം ഉണ്ടെങ്കിലും രോഹിത് ശർമ്മയും ഗില്ലും നല്ലൊരു തുടക്കമായിരുന്നു ഇട്ടിരുന്നത്. രോഹിത് ശർമ്മ 41 റണ്ണിനാണ് ഔട്ടായത്. അത് ഒരു അനാവശ്യ ഷോട്ടായിരുന്നു, ഇറങ്ങി പുള്ളിയെ നോക്കിയതായിരുന്നു, ക്യാച്ചിൽ ചെന്ന് അവസാനിച്ചത്. പിന്നെ ഗില്ലാണെങ്കിൽ നോക്കിയാണ് കളിച്ചത്. നോക്കി നല്ല ആ ഒരു പിച്ചിന്റെ ആ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇച്ചിരി ഹാർഡായിരുന്നു. കാരണം ബാറ്റിലോട്ട് ബോൾ വരുന്നില്ലായിരുന്നു പിച്ചിൽ നിന്ന് ബൗൺസ് ചെയ്തതിനു ശേഷം. അപ്പൊ അങ്ങനെ ഒരു പിച്ച് നമ്മൾ നോക്കി കളിച്ചില്ലെങ്കിൽ ആ പിച്ചിൽ ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ ഗില്ല് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല നോക്കിയാണ് ആള് കളിച്ചത്. അങ്ങനെ സെഞ്ചുറി പൂർത്തിയാക്കി. കോഹ്ലിയും അതേപോലെ തന്നെ രാഹുലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഹ്ലി 22 റണ്ണ് കണ്ടാണ്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ അസർ 12 റണ്ണ്, പിന്നെ അതേപോലെ തന്നെ രാഹുൽ 41 റണ്ണ് എടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ഒരു 6-ലൂടെയാണ് രാഹുൽ അടിച്ച ഒരു 6-ലൂടെയാണ് നമ്മൾ ഇന്ത്യ വിജയിച്ചത്. റൺ റേറ്റ് കുറവാണ്, നല്ലൊരു ചേസ് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ. കാര്യം 224 എന്നൊരു സ്കോർ പെട്ടെന്ന് നേടും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഇന്ത്യ ബാറ്റിംഗ് ഇറങ്ങിയ ബോൾ ബാറ്റിലോട്ട് വരുന്നില്ലെന്ന് ഇച്ചിരി പാടാണ്. നമുക്ക് ആ പിച്ച് ഇന്ത്യ ആ സ്വഭാവം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതിനി പാകിസ്ഥാനോട്ടുള്ള മാച്ച് എങ്ങനെയാണ് ഇന്ത്യ അത് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് നമുക്ക് പിന്നീട് വിശകലനം ചെയ്യാം. ഈ മാച്ചിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് ഒന്ന് ശുഭ്മാൻ ഗില്ല്, ആളുടെ ബെസ്റ്റ് ഫോമിലാണ്. അപ്പൊ അത് ആളുടെ ആ ബാറ്റിങ്ങിലും നമുക്ക് കാണാം, കോൺഫിഡൻസ് ലെവൽ നമുക്ക് കാണാമായിരുന്നു. പിന്നെ രോഹിത് ശർമ്മ നല്ലൊരു സ്റ്റാർട്ടിങ് കൊടുത്തു. മുഹമ്മദ് ഷമി 5 വിക്കറ്റ് നേടി നല്ലൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. ആള് നല്ലൊരു ഫോമിലേക്ക് ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളിനി ബംഗ്ലാദേശ് ടീമിലോട്ട് വരുവാണെങ്കിൽ ഹൃദോയ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മഹമ്മൂദുള്ള, ഹൃദോയും, മെഹദി ഹസൻ, ഈ 3 പേരെ ടാക്കിൾ ചെയ്തില്ലെങ്കിൽ അവർ നല്ലൊരു സ്കോറും അതേപോലെ ഇന്ത്യക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൃദോയ്
ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു ക്യാച്ചസ് ഒക്കെ മിസ്സാക്കി ഇന്ത്യൻ ഫീൽഡേഴ്സ്. അതുകൊണ്ട് ആള് സെഞ്ചുറി അടിച്ചു. അപ്പം ആള് നല്ല ഫോമിലാണ്. ഇന്ത്യക്കെതിരെ ഫോം നല്ല ഈസി ആയിട്ട് കണ്ടെത്തുന്ന ഒരാളാണ് ഹൃദോയ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് തന്നെ ബൗളിങ്ങിൽ ബൗളേഴ്സ് നല്ല അവര് റൺ റേറ്റ് ഒക്കെ നോക്കി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് ബൗൾ ചെയ്തത്. പിന്നെ പിച്ചിന്റെ ഒരു സാഹചര്യം അവർക്ക് മുതലാക്കാൻ പറ്റി എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം. പിച്ചിന്റെ സാഹചര്യം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരുന്നു. കാര്യം 224 എന്നുള്ള സ്കോറ് ചേസ് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിടത്ത് നിന്ന് ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നിടത്ത് നിന്ന് ഭയങ്കര പാടായിരുന്നു. ബാറ്റിലേക്ക് ബോൾ വരാൻ നല്ല പാടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുന്നത് കണ്ട്. പക്ഷെ ശുഭ്മാൻ ഗില്ല് നല്ല സൂപ്പറായിട്ട് അത് നോക്കി കൈകാര്യം മാനേജ് ചെയ്താണ് കളിച്ചിരുന്നത്. അതുകൊണ്ട് ആൾക്ക് സെഞ്ചുറി അടിക്കാനും പറ്റി. ബാക്കിയുള്ളവർ പക്ഷെ വിക്കറ്റ് പോകേണ്ടി വന്നു. അപ്പം ഇനിയുള്ള അടുത്ത മാച്ചിൽ, ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഇത് എങ്ങനെ അവർ ഡീൽ ചെയ്യാം, കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പെർഫോം ചെയ്യാത്തവരുടെ ഇത് നോക്കുകയാണെങ്കിൽ ജഡേജയും കുൽദീപും ബൗൾ ചെയ്തിട്ടുണ്ട്, നല്ല ബൗൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് അവർക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റി. കുൽദീപിന് അത്ര ഫോമിലോട്ട് ഇത് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആൾ വിക്കറ്റ് എടുക്കാൻ നല്ല കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെ ശ്രേയസ് അയ്യർ ഫോം അല്ലായിരുന്നു, ആളൊന്ന് ഡൗൺ ആയി. അടുത്ത മാച്ച് പാകിസ്ഥാനും ഇന്ത്യ ആയിട്ടുള്ള മാച്ചാണ്. സെയിം പിച്ച്, സെയിം സ്റ്റേഡിയം. ഓക്കെ, അപ്പൊ ഇനി പാകിസ്ഥാൻ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ ഈ ഗ്രൗണ്ടിലും ഈ പിച്ചിലൊക്കെ കളിച്ച് നല്ല ഇതായിട്ടിരിക്കുന്ന, നല്ല അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇങ്ങനെ ഇതേപോലുള്ള മാച്ചസ്, ഹൈബ്രിഡ് മാച്ചസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ UAE പിച്ചേഴ്സിൽ ഇന്ത്യൻ ബാറ്റ്സ്മാർക്ക് ഇത് കളിക്കാൻ പറ്റിയിട്ടുള്ളൂ, ബൗളർമാർക്കാണെങ്കിലും. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അത് കാര്യം ഇപ്പൊ തന്നെ ഇന്നത്തെ മാച്ചസിൽ തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട്. കാര്യം ഈ പാകിസ്ഥാൻകാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിച്ചിൽ അവർക്ക് റിവേഴ്സിങ് വരെ അവർ കണ്ടെത്തും. അങ്ങനത്തെ ബൗളേഴ്സ് അവർക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാറ്റിങ്ങിൽ ഇപ്പം നമ്മൾ പറയും ഈ ഒരു പ്രശ്നം, അതായത് ബാറ്റിലേക്ക് ബോൾ പയ്യെ വരുന്നുണ്ടെങ്കിൽ അത് നോക്കി കളിച്ചാലേ ശരിയാവത്തുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് റൺ റേറ്റ് കുറയാൻ നോക്കണം. ആദ്യം ബാറ്റ് ചെയ്യുന്നവര് 250 മേളിൽ എടുക്കുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പം പാകിസ്ഥാനായിട്ടുള്ള മാച്ചിൽ പാകിസ്ഥാൻ ബാറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ അവർ 250 മേളിൽ എടുക്കുവാണെങ്കിൽ ചേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ട്രോങ് ആണ്. അവർ ഈ പിച്ചസ് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻ വരെ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ ഇത്തവണ ബൗളേഴ്സ് ഇത്രയും സ്പിന്നേഴ്സ് ഉണ്ടായിട്ടും പേസർമാരാണ് അവര് ഇത്രയും വിക്കറ്റ് എടുത്തത്, 8 വിക്കറ്റ് എടുത്തത്. അത് നമ്മളെ ഇന്ത്യയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും അടുത്ത മാച്ചില് ഹർഷിത് റാണയ്ക്ക് പകരം ചിലപ്പോൾ ഹർഷദീപ് സിംഗ് വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. അതേപോലെ തന്നെ പാകിസ്ഥാനായുണ്ട്, പാകിസ്ഥാനിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഹർഷദീപിന്, അതുകൊണ്ട് ചിലപ്പോൾ കയറ്റാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം രാഹുലിനെ മാറ്റി പന്തിനെ എടുക്കാൻ ചാൻസ്. കാര്യം ഒരു സ്റ്റെമ്പിങ്ങും ഒരു ഇതേപോലെ ക്യാച്ചും മിസ്സാക്കിയിട്ടുണ്ട്. വിക്കറ്റ് കീപ്പിംഗ് അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പം എസ് ഫാക്ടർ എന്ന നിലയിൽ ഋഷഭ് പന്തിനെ ഇടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു പിച്ച് ആയതുകൊണ്ട് ശ്രദ്ധിച്ച് കളിക്കുന്ന ഒരാൾ വേണം. ഋഷഭ് പന്ത് അതിന് സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് രാഹുലിനെ ചിലപ്പം ഹോൾഡ് ചെയ്തേക്കാം. ഇതേ അടുത്ത ടീം പാകിസ്ഥാനെതിരെ മാച്ചിലും ചിലപ്പം നിർത്തിയേക്കാം. പക്ഷെ കുൽദീപിനെ മാറ്റി വരുൺ ചക്രവർത്തി എടുക്കുമെന്നാണ് എനിക്ക് 100% തോന്നുന്നത്. പാകിസ്ഥാനെതിരെ മാച്ചാണ്, എക്സ്പീരിയൻസ് നോക്കിയിട്ട് കാര്യമില്ല. ആളിപ്പം ഫോമിലോട്ട് വന്നിട്ടില്ല. വരുൺ ചക്രവർത്തി ആണെങ്കിൽ ഇപ്പം നല്ല ഫോമിലാണ്. പാകിസ്ഥാനെതിരെ മാച്ച് ആയതുകൊണ്ട് മിക്കവാറും ഗംഭീറിന്റെ ആ വീഡിയോയിൽ, അതായത് ലൈവ് കാണുന്നവർക്കറിയാം ഗംഭീറിന്റെ മുഖം അത്ര സന്തോഷമൊന്നും അല്ലായിരുന്നു. കാര്യം ചേസിങ് അത്ര സുഖകരമല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വരാൻ ചാൻസ്, ബാക്കി എല്ലാവരും അതേപോലെ തന്നെ ആയിരിക്കും, ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത മാച്ചിൽ പാകിസ്ഥാൻ ടോസ് കിട്ടുവാണെങ്കിൽ അവർ ബാറ്റിംഗിന് ഇറങ്ങി 250 മേളിൽ റൺ എടുക്കാതെ മാക്സിമം 220 റൺ എടുക്കാൻ നിർത്താൻ നോക്കുക. 250 മേളിലോട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവിടെ ആദ്യത്തെ ഓവേഴ്സ്, പവർ പ്ലേ ഓവേഴ്സ് അവർക്ക് നല്ല ബെസ്റ്റ് ബൗളേഴ്സ് ആണുള്ളത്. അതിൽ അവർക്ക് വിക്കറ്റ് ഇടാൻ നല്ല ചാൻസ് ഉള്ളവരാണ്. അപ്പൊ അത് പോരാഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് റിവേഴ്സിങ് ചെയ്യാൻ ഇവർക്ക് അറിയാം. അതേപോലെ പിച്ചിന്റെ സ്വഭാവം മാറുന്നുണ്ട്. ഇപ്പൊ സ്പിന്നേഴ്സും അവർക്ക് അതിന് നല്ല സ്പിന്നേഴ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും റൺ ചേസ്. മിക്കവാറും ടോസ് കിട്ടിയ ബാറ്റിംഗ് എനിക്ക് തോന്നുന്നു ബാറ്റിംഗ് ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു പാകിസ്ഥാനെതിരെ. പിന്നെ എങ്ങനെയാണെന്ന് നമുക്ക് ടോസ് കിട്ടുന്നതിന് കണ്ടറിയാം. എങ്ങനെയാണ് ഇവര് അത് ബാറ്റിംഗ് എല്ലാം എങ്ങനെയാണ് പിച്ചിനനുസൃതമായി എങ്ങനെ ഇനി ഇങ്ങോട്ട് മുമ്പോട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അതിങ്ങനെ കരുതാം. ജയിക്കട്ടെ. ഇതിനിടയിൽ ന്യൂസിലെല്ലാം ഭയങ്കര ട്രോളായിരുന്നു പാകിസ്ഥാൻ ന്യൂസിലൻഡ് മാച്ചിനിടയിൽ ബാബർ അസമിന്റെ ബാറ്റിംഗ് സ്റ്റൈല്. അതായത് ഒരു മെല്ലെപ്പൊക്ക്. അശ്വിൻ ട്വീറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയും മുയലുമുള്ള ഒരു മാച്ച് പോലെ രീതിയിലായിരുന്നു. ആമയുടെ ഒരു മെല്ലെപ്പൊക്കുണ്ടല്ലോ, അതേപോലെ കമ്പയർ ചെയ്താണ് ബാബർ അസമിന്റെ ബാറ്റിങ്ങിനെ പറഞ്ഞത്. നിരവധി ആരാധകരാണെങ്കിലും ഭയങ്കര പ്രശ്നവും ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. കാര്യം 320 അതിന് മേളിലോട്ടുള്ള ഒരു സ്കോറ്
നമ്മൾ ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പണിംഗ് ഇറങ്ങുന്നവർ റൺ റേറ്റ് താഴാൻ നോക്കണം. എന്നാലേ പിന്നീട് വരുന്നവർക്ക് അതൊരു ഒരു പ്രഷർ വരായിരിക്കും, അവർക്ക് ബാറ്റ് ചെയ്യാൻ തോന്നത്തുള്ളൂ. ഇത് ബാബർ അസമും റിസ്വാൻ നേരത്തെ ഔട്ടായി പോയി, എന്നാലും ബോൾസ് കുറെ എടുത്തിരുന്നു. 12 റണ്ണം കണ്ട് എടുത്തത് 22 ബോളിലും കണ്ട 12 റണ്ണം കണ്ട് എടുത്തത് റിസ്വാൻ. പിന്നെ അതേപോലെ തന്നെ ബാബർ അസം ആ സമയത്ത് പവർ പ്ലേയിൽ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 42 ബോളിലും കണ്ട് 23 റണ്ണം കണ്ട് എടുത്തേക്കുന്നത്. അപ്പൊ അവർ തന്നെ എടുത്ത് റണ്ണ് 10 ഓവറിൽ നോക്കുമ്പോൾ തന്നെ ഈ 10 ഓവർ 21 റണ്ണം കണ്ട് എടുത്തിട്ടുള്ളൂ, ഒരു വിക്കറ്റും പോയിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രഷറിലായപ്പോഴത്തേക്കും ബാക്കി വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും ആള് ബാറ്റിംഗ് ഭയങ്കര മെല്ലപ്പൊക്കായിരുന്നു. അത് പിന്നീട് വന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി. പിന്നെ കുസ്ദിൽ വന്നിട്ട് നല്ലൊരു പ്ലേ ആയിരുന്നു പുള്ളിക്കാരൻ നടത്തിയിരുന്നത്. നല്ല ആഞ്ഞടിച്ചിട്ട് മാക്സിമം റൺ റേറ്റ് കയറ്റി കൊണ്ടുവന്നതാണ്. ആ പ്രഷർ ഈ ബാബർ അസമിന്റെ ഒരു പ്രഷർ ഇല്ലായിരുന്നെങ്കിൽ അവർ പിന്നെയും ഇതായിട്ട് അടിച്ചാനെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ മിക്കവരും ട്വീറ്റ് ചെയ്തും കളിയാക്കിയും ട്രോളായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ആള് ഔട്ട് ഓഫ് ഫോം ആണ്. പിന്നെ ചിലർ പറയുന്നത് നമ്മൾ 1ാം സ്ഥാനം തിരിച്ചു പിടിക്കാനുള്ള ആളുടെ ഒരു നീക്കമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ചുമ്മാ ഗില്ലിന്റെ. അപ്പം അങ്ങനെയൊക്കെ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. അതെന്തായാലും എനിക്ക് തോന്നിയായിരുന്നു മാച്ച് കണ്ടപ്പോഴത്തേക്കും പയ്യെ ഇത്രയും റൺ, അതായത് ചേസ് നടക്കുന്നത് 320 മേലെ പ്ലസ് സ്കോറിലേക്കാണ് ചേസ് നടക്കുന്നത്. അത് 10 ഓവർ എന്നിട്ട് 21 ഒരു വിക്കറ്റ് എന്ന നിലയിൽ നിൽക്കുവാണ്. അപ്പം ന്യൂസിലൻഡ് ബൗളേഴ്സ് നല്ല ഇതായിട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും മാക്സിമം ഇടയ്ക്കും, പക്ഷെ ആള് മാക്സിമം ഒരു ടെസ്റ്റ് കളിക്കുന്ന രീതിയിലാണ് കളിച്ചത്. നല്ല ഗുഡ് ബോൾ കിട്ടിയിട്ടാണ്, ബാറ്റ് ബോൾ കിട്ടിയിട്ട് പോലും അടിക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു കളിച്ചിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും അതൊരു ട്രോൾ ആക്കേണ്ട ഒരു രീതിയിൽ വന്നത്. മിക്കവരും പറയുന്നത് തോക്കാൻ കാരണം ബാബർ അസം എന്ന രീതിയിലാണ്. ആള് ഹാഫ് സെഞ്ചുറി അടിച്ചെങ്കിൽ തന്നെയും ട്രോളും ഇതിന്റെ പേരിലാണ് നടക്കുന്നത്. അപ്പൊ അത് ഒരു വലിയൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത മാച്ച് പാകിസ്ഥാനുമായിട്ട്, ബദ്ധവൈരികളായ പാകിസ്ഥാനും ഇന്ത്യയുമാണ്. അപ്പം കളിയും നമ്മൾ എല്ലാവട്ടവും പോലെ ICC ഇവന്റ്സ് എല്ലാം ജയിച്ച പോലെ ജയിക്കട്ടെ. പിന്നെ നമുക്കൊരു കണക്കുണ്ട്, ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനൽ കഴിഞ്ഞോളം നമ്മളെ തോപ്പിച്ച് കപ്പെടുത്തോണ്ട് പോയതിന്റെ കണക്കുണ്ട്. ആ കണക്കും ചേർത്തെല്ലാം തീർത്ത് പാകിസ്ഥാനെ അങ്ങ് ഔട്ടാക്കണം. ഈ അടുത്ത കളി ഇന്ത്യ ആയിട്ട് തോറ്റു കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. അപ്പം പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ കളിയിൽ റൺ റേറ്റ് നല്ലൊരു റൺ റേറ്റ് നമുക്ക് കിട്ടുമായിരുന്നു. മാക്സിമം ഓവർ കുറച്ച് അടിച്ച് നല്ല എടുത്തിരുന്നെങ്കിൽ റൺ റേറ്റ് കിട്ടുമായിരുന്നു. പക്ഷെ പിച്ച് അതൊരു റീസൺ ആണെങ്കിൽ കൂടിയും ബാറ്റേഴ്സ് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു റൺ റേറ്റ് കിട്ടും. കാരണം റൺ റേറ്റ് ഈ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ റൺ റേറ്റ് നല്ലൊരു മാർജിനാണ് കയറാനുള്ളത്. അപ്പൊ അതൊരു മെയിൻ ഒരു കാരണമായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല, റൺ റേറ്റ് വളരെ കുറവാണ്. അപ്പൊ എന്തായാലും നോക്കാം. അപ്പൊ അടുത്ത കളിയിൽ വിജയിക്കട്ടെ. അപ്പൊ അടുത്ത കളിയിലെ റിവ്യൂ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.